സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നവയുഗ മതത്തെപ്പറ്റിയാണല്ലോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വല്പം ദൈർഘ്യമുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ രത്ന ചുരുക്കം എന്താണെന്നുള്ളത് അടുത്ത 1-2 ക്ലാസ്സുകളിലൂടെ വിശദമാക്കുകയാണ്. വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹം ഈ പ്രമാണരേഖയുടെ അവസാനം എന്താണ് യഥാർത്ഥത്തിൽ ഈ നവയുഗ മതം കൊണ്ട് അവരുദ്ദേശിക്കുന്നത്, നാം വിശ്വാസികൾ എത്രമാത്രം അതിനെതിരെ ശ്രദ്ധാലുവായിരിക്കണം എന്നതിനെക്കുറിച്ച് ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നൽകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ദൈവം എന്നത് നമുക്ക് വ്യക്തിപരമായി ബന്ധപ്പെടാവുന്ന ഒരാളാണോ, അതോ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവോ പ്രയോജനം ലഭിക്കാവുന്ന ശക്തിയോ ആണോ? എന്താണ് നവയുഗ മതം ദൈവത്തെ പറ്റി പറയുന്നത്? ശ്രദ്ധിക്കുക. കൃത്യമായി നിർവചിക്കപ്പെട്ട ക്രൈസ്തവ ദൈവ സങ്കല്പത്തിന് വിരുദ്ധമായി നവയുഗ സങ്കല്പം വ്യത്യസ്ത തലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. നവയുഗ ചിന്തയിൽ ദൈവം പ്രപഞ്ചത്തിൻ്റെ ജീവശക്തിയോ ആത്മാവോ ആണ്. അത് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ഘടകമോ അല്ലെങ്കിൽ അനുബന്ധമോ ആകാം. തീർച്ചയായും അതൊരു അമൂർത്ത ഊർജ രൂപമാണ്. ദൈവികത എന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ധാതുവിൻ്റെ പരലുകളിൽ തുടങ്ങി സർവാതിശായിയായ ദൈവത്തിലേക്ക് ക്രമാനുഗതമായി വർദ്ധമാനമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ ദൈവസങ്കല്പത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇതൊരു വ്യക്തിയല്ല, മറിച്ച് മഹാബോധരൂപമാണ്. പ്രിയപ്പെട്ടവരെ, നവയുഗ ചിന്താഗതിക്കാർ പറയുന്നത് ഈ പ്രപഞ്ചം തന്നെ ഒരു ദൈവമാണെന്നാണ്. മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള ഓരോ മനുഷ്യനെയും അവർ ദൈവമായിട്ട് കണക്കാക്കുന്നു. അവർ പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോ മനുഷ്യനും ദൈവമാണത്രേ. ചിലവരിൽ ദൈവികത വളരെ കൂടുതലായിട്ടും ഉണ്ടെന്ന് അവർ കണക്കാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൂതന്മാരുടെ നേതാവായ പ്രഭാതപുത്രൻ എന്ന് പറയുന്ന ലൂസിഫർ, അവൻ എങ്ങനെ സാത്താനായി മാറി? എന്തുകൊണ്ട് മാറി? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അതിനെപ്പറ്റി. അവൻ ദൈവമാകാൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ, നക്ഷത്രങ്ങളുടെയും മുകളിലായി അവൻ തൻ്റെ സിംഹാസനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുക മാത്രമല്ല, ദൈവമാകാൻ ആഗ്രഹിച്ചു. അതേ ഒരു സിദ്ധാന്തമാണ് പ്രിയപ്പെട്ടവരെ ഇതേ നവയുഗ മത അനുയായികൾ, നവയുഗ മതത്തിലെ ആൾക്കാർ നവയുഗ മതത്തിലൂടെ, പിശാച് സ്ഥാപിച്ച ഈ മതത്തിലൂടെ അവൻ തന്നെ ജനങ്ങളെ വശീകരിച്ച് ദൈവങ്ങളാകാൻ പ്രേരിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും ഒരു ദൈവമത്രേ. എന്നാൽ എന്താണ് തിരുസഭ പഠിപ്പിക്കുന്നത് ദൈവത്തെപ്പറ്റി? സത്യം എന്താണ്? ഈ നവയുഗ മതത്തെപ്പറ്റി ഇത്ര വ്യക്തമായി പറഞ്ഞു തരുന്നത്, വരാൻ പോകുന്ന നാളുകളിൽ നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇതിലൊക്കെ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് വിശദമായി പറഞ്ഞു തരുന്നത്. വിശുദ്ധനായ മാർപ്പാപ്പ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും എല്ലാ ജീവന്റെയും സ്രോതസ്സുമാണ് എന്ന ക്രൈസ്തവ ദർശനത്തിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമാണ്. നവയുഗ മതക്കാരുടെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത, സങ്കല്പം. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയാണ്. അവിടുന്ന് തൻ്റെ ജീവന്റെ കൂട്ടായ്മയിലേക്ക് സൃഷ്ടികളെ പങ്കുചേർക്കുവാൻ വേണ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനായ ദൈവം
താൻ സൃഷ്ടിച്ച മനുഷ്യനെ തൻ്റെ ഏകപുത്രനിൽ കൂടി പുത്രസ്ഥാനത്തേക്ക് ഉയർത്തുന്നതിനായി തൻ്റെ ദൈവിക ജീവൻ സൃഷ്ടിയായ മനുഷ്യന് പകർന്നു കൊടുക്കുന്നു. തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് മനുഷ്യനെ സ്വന്തം സ്വാഭാവിക കഴിവിനപ്പുറം കടന്ന് ദൈവത്തിൻ്റെ വിളിക്കുത്തരം നൽകാനും അവിടുത്തെ അറിയാനും സ്നേഹിക്കാനും പ്രാപ്തനാക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നത് ആത്മൻ എന്നോ പ്രപഞ്ചത്തിലെ മൗലിക ഊർജം എന്നോ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ജീവതത്വം അല്ല. ഇത് നവയുഗക്കാരുടെ പഠനങ്ങളാണ്. അത് സൃഷ്ടിപ്രപഞ്ചത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, എന്നാൽ എല്ലായിടത്തും സന്നിഹിതനായിരിക്കുന്നതും മനുഷ്യനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നതുമായ സ്നേഹമാണ്. അടുത്ത ചോദ്യം, യേശുക്രിസ്തു ഒരേ ഒരാൾ മാത്രമോ അതോ അനേകായിരം ക്രിസ്തുമാരുണ്ടോ? എന്താണ് ന്യൂ ഏജ് മതക്കാർ പഠിപ്പിക്കുന്നത്? നവയുഗത്തിൽ ക്രിസ്തുവിനെ അനേക ജ്ഞാനികളിലോ അവതാരങ്ങളിലോ ഗുരുക്കന്മാരിലോ ഒരാളായി മാത്രം ചിത്രീകരിക്കുന്നു. അതെ, അവർക്ക് ക്രിസ്തു എന്ന് പറയുന്നത് ബുദ്ധനെ പോലെയോ സോക്രട്ടീസിനെ പോലെയോ അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ പറയുന്നത് പോലെയോ ലോകത്തിലെ ഏറ്റവും മഹാനായ ഒരു വ്യക്തി, ഇത്ര മാത്രമേ ഉള്ളൂ ന്യൂ ഏജുകാരുടെ യേശുവിനെ കുറിച്ചുള്ള പഠനം. അവർ യഥാർത്ഥ ക്രിസ്തുവിന് പകരം മറ്റൊരു ക്രിസ്തുവിനെ അവർ ഉയർത്തിക്കൊണ്ടുവരികയും ആ ക്രിസ്തുവിലേക്ക് ജനതകളെ ആകർഷിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തില് ക്രൈസ്തവ ചിന്തയിൽ നമുക്കറിയാം യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. നവയുഗ ചിന്താഗതിക്കാർ യേശു ക്രിസ്തുവിനെ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് ശ്രദ്ധിക്കുക. വ്യക്തിയും ചരിത്ര പുരുഷനുമായ ക്രിസ്തു സനാതനവും അമൂർത്തവുമായ പ്രാപഞ്ചിക ക്രിസ്തുവിൽ നിന്ന് ഭിന്നമാണ്. രണ്ടാമതായി, യേശു മാത്രമല്ല ഒരേ ഒരു ക്രിസ്തുവെന്ന് അവർ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ യേശു ക്രിസ്തു പീഡകളെ സഹിക്കേണ്ടിയിരുന്നില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അതിനെ പുനർവ്യാഖ്യാനം ചെയ്യുകയോ ചെയ്യുന്നു. നാലാമതായി, വേദപുസ്തകത്തിൽ കാണാത്ത യേശുവിനെ ജീവിത സംഭവങ്ങൾ വിശദീകരിക്കുന്നതിനെന്ന രീതിയിൽ നവജ്ഞാനവാദ സുവിശേഷങ്ങൾ പോലുള്ള ബൈബിൾ ഇതര ഗ്രന്ഥങ്ങൾ ആധികാരിക സ്രോതസ്സായി എടുത്തു കാട്ടപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ബൈബിള് പോലെ ഇരിക്കും, എന്നാൽ യഥാർത്ഥ ബൈബിൾ അല്ല താനും. എന്നാൽ യഥാർത്ഥ ബൈബിളാണെന്ന് അവർ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. അനേകരെ ഇതുവഴിയായി വലിയ ചിന്താക്കുഴപ്പത്തിലേക്ക് നയിക്കുന്നു. അടുത്തതായി, ഗുരുക്കന്മാരും ആത്മീയ വഴികാട്ടികളും മറ്റു വ്യക്തികളും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാടുകൾ നവയുഗ ക്രിസ്തു വിജ്ഞാനീയത്തിന്റെ അടിസ്ഥാനമാണ്. അടുത്തതായി, നിഗൂഢ സത്തയെ പ്രാപിക്കാൻ തടസ്സമാകുന്നു എന്ന് നവയുഗക്കാർ കരുതുന്ന ക്രിസ്തു മതത്തിലെ ക്രിസ്തീയതയെ ശുദ്ധീകരിക്കാനായി എന്ന രീതിയിൽ ബൈബിളിന് ഗൂഢവും രഹസ്യാത്മകവുമായ അർത്ഥവ്യാഖ്യാനങ്ങൾ നൽകുന്നു. യഥാർത്ഥത്തിൽ ആരാണ് യേശുക്രിസ്തു? ചുരുക്കത്തില് ബൈബിളിലെ യഥാർത്ഥ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സകല മനുഷ്യരാശിയുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ ഏകപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് നിത്യജീവന്റേതായ സന്ദേശങ്ങൾ എല്ലാവർക്കും നൽകിക്കൊണ്ട് അവസാനം സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി എല്ലാവിധ മാനസികമായും ശാരീരികമായും ആത്മീയമായ എക്സ്ട്രീം പീഡനങ്ങൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് പകരമായി അവർ മറ്റൊരു യേശുക്രിസ്തുവിനെ കൊണ്ടുവരുന്നു. അവരുടെ യേശുക്രിസ്തു യഥാർത്ഥ യേശുക്രിസ്തുവിൽ നിന്നും അങ്ങേയറ്റം വിഭിന്നമാണ്. പക്ഷേ ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ അറിയുന്നവർ
അവരുടേതായ തത്വങ്ങൾ കേൾക്കുന്ന പക്ഷം അവർ യഥാർത്ഥ കൺഫ്യൂഷനിലേക്ക്, ചിന്താക്കുഴപ്പത്തിലേക്ക് പെട്ടുപോവുകയും യഥാർത്ഥ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യും. ഇതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. കഴിയുന്നത്ര പേരെ തെറ്റായ രീതിയിലേക്ക് നയിക്കുക. ആരാണ് യഥാർത്ഥ യേശു ക്രിസ്തു? എന്താണ് ക്രിസ്തീയ പഠനം? ശ്രദ്ധിക്കുക. ക്രിസ്തീയ ദർശനത്തിൽ യേശു ക്രിസ്തു നസ്രത്തിലെ യേശുവും ദൈവത്തിൻ്റെ ഏകപുത്രനും സത്യദൈവവും സത്യമനുഷ്യനും ദൈവീക സത്യത്തിൻ്റെ പരിപൂർണ വെളിപാടും ലോകത്തിൻ്റെ ഏകരക്ഷകനും സുവിശേഷങ്ങളിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്നവനുമായ വ്യക്തിയാണ്. അവൻ നമുക്ക് വേണ്ടി പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ യഥാർത്ഥ യേശു. അടുത്തതായി മാർപ്പാപ്പ ചോദിക്കുകയാണ്. അടുത്തത് മനുഷ്യനെ കുറിച്ചാണ്. ആരാണ് മനുഷ്യൻ? സർവപ്രപഞ്ച വ്യാപിയായ ഒരു പ്രതിഭാസമോ അതോ നിരവധി വ്യക്തികളോ? നവയുഗ തന്ത്രങ്ങളിൽ മിസ്റ്റിക്കൽ അനുഭവാവസ്ഥകളെ ഒരു പരീക്ഷണശാലയിലെ വസ്തുക്കൾ എന്ന പോലെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പുനരവതരിപ്പിക്കുന്നു. പുനർജന്മം, ജൈവ സംവേദനം, ഇന്ദ്രിയ ബാഹ്യ അനുഭവം, പ്രത്യേക രീതിയിലുള്ള ശ്വസന നിയന്ത്രണം, മോഹനിദ്ര, മന്ത്രങ്ങൾ, ഉപവാസം, നിദ്രാരാഹിത്യം, അതീന്ദ്രിയ ധ്യാനം എന്നിവയെല്ലാം ഈ അനുഭവാവസ്ഥകളെ ഇഷ്ടമനുസരിച്ച് നിയന്ത്രിക്കുവാനും ആ അവസ്ഥകൾ തുടർന്നും അനുഭവിക്കുവാനും ഉപകരിക്കുന്നു. ഈ വിദ്യകളെല്ലാം ഒരു മാനസിക ദൗർബല്യവും ഒരു പരിധിവരെ മാനസികമായി കീഴടക്കപ്പെടാനുള്ള സാധ്യതയും സൃഷ്ടിക്കുന്നു. ഞാൻ എന്നെ തന്നെ വീണ്ടും കണ്ടെത്തണമെന്ന് പറയുമ്പോൾ എന്താണ് ഈ ഞാൻ എന്ന യഥാർത്ഥ പ്രശ്നം ഉയർന്നു വരുന്നു. നമ്മുടെ ഉള്ളിലുള്ള ദൈവം എന്ന സങ്കല്പവും ആകമാന പ്രപഞ്ച സത്തയുമായുള്ള ഏകത്വം എന്ന ആശയം പ്രശ്നത്തിന് അടിവരയിടുന്നു. നവയുഗത്തിൽ പ്രത്യേകിച്ച് ഇതര വ്യക്തിത്വ മനഃശാസ്ത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വം രോഗലക്ഷണമത്രേ. എന്നാൽ ഏറ്റവും വലിയ അപകടം നവയുഗത്തിൻ്റെ ആകമാന മാതൃകയാണ്. നവയുഗ മതത്തിൻ്റെ ചിന്തകൾ സമഗ്രാധിപത്യത്തിലൂന്നിയ ഏകതയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതിലാണ് അത് അപകടമായിരിക്കുന്നത്. കുറച്ചുകൂടി മിതപ്പെടുത്തി പറഞ്ഞാൽ, നാം നമ്മുടെ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പും പ്രതികരണങ്ങളും നമ്മുടെ ഹൃദയാന്തരങ്ങളിലെ ആവശ്യങ്ങളിൽ നിന്നൊഴുകിയെത്തുന്നവയുമാകുമ്പോൾ നമ്മുടെ പെരുമാറ്റ രീതികളും വികാര പ്രകടനങ്ങളും നമ്മുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ആകെ സത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ നാം ആധികാരികത നേടുന്നു. മനുഷ്യൻ ദൈവികനാണ്, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഒരു ദിവ്യ സ്ഫുലിംഗം ഉണ്ട് എന്ന ദൃഢവിശ്വാസത്തിൻ്റെ വ്യക്തമായ തെളിവാണ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ മൂവ്മെൻറ്റ്. ആരാണ് മനുഷ്യൻ? വിശുദ്ധനായ മാർപ്പാപ്പ വിശദീകരിക്കുന്നു. എന്നാൽ ക്രിസ്തീയ സമീപനം തികച്ചും വചനാധിഷ്ഠിതമാണ്. സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. സങ്കീർത്തകൻ പറയുന്നത് പോലെ ആശ്ചര്യപ്പെടുന്നതും ആശ്വസിപ്പിക്കപ്പെടുന്നതുമായ രീതിയിൽ അവിടുന്ന് മനുഷ്യനെക്കുറിച്ച് എത്രയോ കരുതലുള്ളവനാണ്. മനുഷ്യൻ എന്ന രഹസ്യം പൂർണ്ണമായി അനാവരണം ചെയ്യപ്പെടുന്നത് യേശുക്രിസ്തുവിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലൂടെ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ് അവൻ ആധികാരികമായി മനുഷ്യനാകുന്നത്. ഇത് ക്രിസ്തുമതത്തിൻ്റെ മേൽ തെറ്റായി ആരോപിക്കപ്പെടുകയും നവയുഗ മതചിന്തകർ നിരസിക്കുകയും ചെയ്യുന്ന മനുഷ്യ കേന്ദ്രീകൃത ആശയങ്ങളുടെ ഹാസ്യ ചിത്രീകരണത്തിൽ നിന്ന് എത്രയോ ദൂരെയാണ്. അടുത്തതായി
രക്ഷ സ്വയമേ സാധ്യമാണോ അത് ദൈവത്തിന്റെ സൗജന്യ ദാനമാണോ? നവയുഗ മതക്കാർ പറയുന്നത് ദൈവത്തെ കൂടാതെ തന്നെ രക്ഷ നേടാവുന്നതാണ്. ദൈവത്തെ കൂടാതെ തന്നെ പരിപൂർണനാകാമെന്നും അവർ പറയുന്നു. നമ്മൾ എന്തിനെ കൊണ്ട് അല്ലെങ്കിൽ ആരെ കൊണ്ട് രക്ഷിക്കപ്പെടുന്നതായി നാം വിശ്വസിക്കുന്നു എന്നതാണ് പ്രധാന വസ്തുത. ന്യൂ ഏജ് ആശയങ്ങളിൽ പറയുന്നത് പോലെ നവയുഗ മതക്കാർ പറയുന്നത് നാം നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നാം നമ്മുടെ കർമ്മം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? ദൈവസ്നേഹത്താലാണ്, ദൈവസ്നേഹം മൂലമാണ് നാം രക്ഷപ്രാപിക്കുന്നത്. നവയുഗ മതക്കാർ പറയുന്നത് ആദിപാപത്തിന് മനുഷ്യപ്രകൃതിയുടെ മേൽ ഒരു സ്വാധീനവുമില്ലെന്നാണ്. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പാപ്പ നമുക്ക് വിശദീകരിച്ച് തരുവാണ്, ശ്രദ്ധിക്കുക. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം രക്ഷ എന്നത് ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലും മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കുചേർന്നുകൊണ്ട് ദൈവവുമായുള്ള നേരിട്ടും വ്യക്തിപരമായ ബന്ധത്തിലൂടെ സാധിതമാകുന്ന ഒന്നാണ്. അതൊരു ടെക്നിക്കുകളിലൂടെയും സാധിക്കുന്ന ഒന്നല്ല. നവയുഗ മതക്കാരുടെ മുഴുവൻ ടെക്നിക്കുകളാണല്ലോ. ആദിപാപവും അവനവൻ ചെയ്യുന്ന പാപവും മൂലം സ്വാധീനിക്കപ്പെടുന്ന മനുഷ്യ പ്രകൃതിയെ ദൈവത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമേ നേരെയാക്കാൻ പറ്റുകയുള്ളൂ. പാപം എന്നത് ദൈവത്തിനെതിരെ ചെയ്യുന്ന തെറ്റാണ്. അതുകൊണ്ട് ദൈവത്തിന് മാത്രമേ നമ്മെ തന്നോട് അനുരഞ്ജനപ്പെടുത്താൻ കഴിയുകയുള്ളൂ. രക്ഷയ്ക്കായുള്ള ദൈവിക പദ്ധതിയിൽ ദൈവവും മനുഷ്യനുമായ യേശുക്രിസ്തു വീണ്ടെടുപ്പിൻ്റെ ഒരേയൊരു മധ്യസ്ഥനായി തീർന്ന് മനുഷ്യരക്ഷ സാധ്യമാക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൽ രക്ഷ എന്നത് സ്വയമേ സാധിച്ചെടുക്കുന്ന അനുഭവമോ ധ്യാനം കൊണ്ടോ സഹജ്ഞാനം വഴി ഉണരുന്ന സ്വാവബോധം കൊണ്ടോ എത്തിപ്പിടിക്കാവുന്ന അവസ്ഥയോ അല്ല. മറിച്ച് പാപക്ഷമയിലൂടെ തന്നിൽ തന്നെയുള്ള അനിശ്ചിതാവസ്ഥയിൽ നിന്ന് മോചിതനായി സ്വഭാവേന ശാന്തത അനുഭവിക്കുന്ന അവസ്ഥയാണ്. ഇത് സംജാതമാകുന്നത് സ്നേഹപിതാവായ ദൈവവുമായുള്ള ഗാഢമായ ഐക്യമെന്ന ധ്യാനത്തിലൂടെയാണ് താൻ. രക്ഷയിലേക്കുള്ള മാർഗം എന്നത് സ്വയം അടിച്ചേൽപ്പിക്കുന്ന ബോധത്തിന്റെ രൂപാന്തരീകരണമല്ല, മറിച്ച് പാപത്തിൽ നിന്നുള്ള മോചനവും അതിലൂടെ നമ്മിൽ തന്നെയും നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള പാപങ്ങളോട് പോരാടുക എന്ന അവസ്ഥയുമാണ്. ഇത് തീർച്ചയായും നമ്മെ നമ്മുടെ സഹായം ആവശ്യമുള്ള അയൽക്കാരനുമായി ഉണ്ടായിരിക്കേണ്ട സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ഐക്യദാർഢ്യത്തിലേക്ക് നയിക്കുന്നു. അടുത്തതായി, നാം സത്യത്തെ കണ്ടെത്തുകയാണോ അതോ അതിനെ ആശ്ലേഷിക്കുകയാണോ? നവയുഗ മതത്തിൽ സത്യം എന്നത് നല്ല സ്പന്ദനങ്ങളും പ്രാപഞ്ചിക ശക്തികളുമായ കൊടുക്കൽ വാങ്ങലുകളും സ്വരലയവും നിർവൃതിയും ഒക്കെയാണ്. പൊതുവെ പറഞ്ഞാൽ സന്തോഷകരമായ അനുഭവങ്ങൾ അവനവന് സുഖം തോന്നുന്ന രീതിയിൽ അവനവന് തന്നെ കണ്ടെത്താവുന്ന ഒന്നാണത്. മതധാർമ്മിക പ്രശ്നങ്ങളെ വ്യക്തികൾക്ക് തങ്ങളുടെ തോന്നലുകൾക്കും അനുഭവങ്ങൾക്കും അനുസരിച്ച് വിലയിരുത്താം. എന്നാൽ ക്രിസ്തീയ പഠനങ്ങളിൽ യേശുക്രിസ്തു വഴിയും സത്യവും ജീവനുമായി അവതരിക്കപ്പെടുന്നു. ക്രിസ്തു ശിഷ്യൻ തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളോടും തുറവിയുള്ളവനായിരിക്കണം. ആത്യന്തികമായി എല്ലാവർക്കും അറിയാൻ പറ്റുന്ന വസ്തുനിഷ്ഠമായ ഒരു സത്യത്തിലേക്ക് ഉള്ള വസ്തുനിഷ്ഠമായ ഒരു കൂട്ടം ആവശ്യകോപാധികൾ തന്നെയാണ് ഈ തുറവി എന്നുകൊണ്ട് ഉപേക്ഷിക്കുന്നത്. എന്താണ് പ്രാർത്ഥനയെപ്പറ്റിയും ധ്യാനത്തെപ്പറ്റിയും നവയുഗ മതക്കാർ പറയുന്നത്? മനഃശാസ്ത്രത്തെയും ആത്മീയതയും തമ്മിൽ കൂട്ടിക്കുഴച്ച് സംജാതമായ ഇന്നത്തെ അവസ്ഥയിൽ പല ധ്യാന തന്ത്രങ്ങളും പ്രാർത്ഥന എന്ന് പരിഗണിക്കാവുന്നവയല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ.
അവ ശരീരത്തിനും മനസ്സിനും സുഖദായകമാണെങ്കിൽ തന്നെയും പ്രാർത്ഥനയുടെ ഒരുക്കത്തിന് സഹായകമായ ഒന്നായേ കാണാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ തന്നെ ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങാനുള്ള ഏത് വിദ്യയും തന്ത്രവും ആത്യന്തികമായി ദിവ്യതയിലെത്താനോ സ്വയം ദൈവമാകാനോ ഉള്ളതെന്ന് കരുതപ്പെടുന്ന അവനവൻ്റെ തന്നെ ശേഷിയുള്ള അർച്ചനയാണ്. മനുഷ്യഹൃദയത്തെ തേടുന്ന ദൈവത്തെ മറക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ക്രിസ്തീയ പ്രാർത്ഥനയല്ല. പ്രാപഞ്ചിക ഊർജവുമായി ബന്ധപ്പെടുന്നു എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ റോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരാൾ എന്ന രീതിയിൽ ഒതുക്കുന്ന അനായാസമായ രീതിയിലുള്ള ദൈവ മനുഷ്യ ബന്ധം ന്യൂ ഏജിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന സ്വാർത്ഥതയെ എടുത്തു കാട്ടുന്നു. ന്യൂ ഏജിലെ അനുഷ്ഠാനങ്ങൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയല്ല, അവ ആത്മപരിശോധനയുടെയും പ്രാപഞ്ചിക ശക്തിയുമായുള്ള സംയോജനത്തിൻ്റെയും മാത്രം കാര്യമാണ്. നേരെ മറിച്ച് ക്രിസ്തീയ പ്രാർത്ഥന ആത്മശോധനയും ദൈവവുമായുള്ള കണ്ടുമുട്ടലും ചേർന്ന ഒരനുഭവമാണ്. ഒരു പടി കൂടെ കടന്ന് ക്രിസ്ത്യൻ മിസ്റ്റിസിസം എന്നത് വെറും മനുഷ്യാധ്വാനം എന്നതിൽ നിന്ന് ഏറെ മുന്നോട്ടു പോയി ഒരു യഥാർത്ഥ മാനസാന്തരത്തിൻ്റെയും അഹത്തിൽ നിന്ന് ദൈവത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെയും അനുഭവങ്ങൾ ഉൾച്ചേർന്ന സംവാദമാണ്. ഒരു ക്രിസ്ത്യാനി തനിച്ചെന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും അവൻ ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിലൂടെ എല്ലാ വിശുദ്ധരോടുമൊപ്പം ഐക്യപ്പെട്ടിരിക്കുന്ന സഭയെക്കുറിച്ച് ബോധവാനായിരിക്കുകയും സഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ബാക്കി അടുത്തിട്ടോ. ആശീർവാദത്തിനായി തലവനിക്കാം. പരിശുദ്ധ കന്യകാ മാതാവിൻ്റെയും വിശുദ്ധ പിതാവിൻ്റെയും സകല വിശുദ്ധയും മാലാഖമാരുടെയും പ്രത്യേക മാധ്യശക്തിയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.